ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ ഇമേജസുകളും ടെക്സ്റ്റുകളൊക്കെ സെർച്ച് ചെയ്ത് നടന്നിട്ടുണ്ടോ? അതേപോലെ തന്നെ ക്ലയൻറ്റ് ചില സമയത്ത് അവർക്ക് അപ്ഡേറ്റ്സുകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ സൈറ്റിലെ വർക്കുകളൊക്കെ വളരെയധികം ഡിലേ ആയി പോകാറുണ്ട്. ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. സൈറ്റ് സൂപ്പർവൈസർ, സൈറ്റ് എഞ്ചിനീയർ, ക്ലയൻറ്റ്, ഇങ്ങനെയാണ് മിക്കവാറും ഫേമിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയിന് ഒരു മിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കാറുണ്ട്. ചില സമയത്തൊക്കെ ഇമേജസുകളും അതേപോലെ തന്നെ മെസ്സേജുകളൊക്കെ ക്രോസ് ആയി കയറാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയും പിന്നെ അതേപോലെ തന്നെ അപ്ഡേറ്റ്സുകൾ, ചില പ്രോജക്ട്സിൻ്റെ ഒക്കെ അപ്ഡേറ്റുകൾ എങ്ങും പോവാതെ തന്നെ ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാറുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ട്രസ്റ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മാനുവലായിട്ടുള്ള അപ്ഡേറ്റ്സിൽ പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് റേസ് ആവുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സിസ്റ്റംസ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അതിലൊന്നാമത്താണ് ഷെയർഡ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡാഷ്ബോർഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റുകൾക്കും ഓരോ സെക്ഷൻസ് ഉണ്ടാവും. ആ സെക്ഷൻസ് ഓരോ പ്രൊജക്റ്റുകളുടെ പേജുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പം അപ്ഡേറ്റ്സുകൾ, നോട്ട്സുകൾ, ഫോട്ടോസ്, അങ്ങനത്തെ പ്രോഗ്രസ്സുകളൊക്കെ തന്നെ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിന് കൃത്യമായിട്ട് ഇത് ആക്സസിബിൾ ആയിരിക്കും. എല്ലാ ആളുകൾക്കും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കൊക്കെ അപ്പം തന്നെ ഇത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ആണ്. നമ്മൾ സിസ്റ്റത്തിൽ ഒരു അപ്ഡേറ്റ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ക്ലയൻറ്റിന് കിട്ടണം. അപ്പം ഇത് വഴിയിട്ട് ക്ലയൻറ്റിന് ഒരു ക്ലിയർ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും, പ്രോജക്റ്റ് എവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടാസ്ക് പ്രോഗ്രസ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലംബർ, അതേപോലെ ഇലക്ട്രിക്കൽ, പിന്നെ ഫ്ലോറ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസോട് കൂടിയിട്ട് എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സെൻട്രലൈസ്ഡ് ഡോക്യുമെൻ്റ് ബോക്സ്. അതായത് നമുക്കിപ്പം ഒരുപാട് അഗ്രിമെൻറ്റ്, BOQ അല്ലെങ്കിൽ കൊട്ടേഷൻസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫയൽസൊക്കെ പല സ്ഥലത്തും സ്കാറ്റേഡ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ ഒരേ പ്ലേസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. എല്ലാ ആളുകൾക്കും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ കൃത്യമായിട്ട് ഒരേ പ്ലേസിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് വാട്സപ്പിലോ പിന്നെ നമ്മൾ ഫയൽസ് എവിടെ വെച്ചത്, ഏത് ഫോൾഡറിലാണ് എടുക്കുന്നത് നമുക്കൊന്നും അറിയേണ്ട. അർജൻറ്റായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ സിസ്റ്റത്തിൽ വന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ ഒരു ഓപ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ക്ലയൻറ്റ് വ്യൂ. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്ലയൻറ്റിന് ഒരു ലോഗിൻ ഉണ്ടാവും. ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് അവരുടെ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ ടെക്സ്റ്റുകൾ, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലയൻറ്റിന് അറിയാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഓപ്പറേഷൻ കൺഫ്യൂഷൻ ക്ലയൻറ്റിന് വരുന്നില്ല. ഇതേപോലെ തന്നെയാണ് ക്ലയൻറ്റിന് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിലെ വർക്കും അതേപോലെ തന്നെ നമ്മളെ ഓഫീസിൽ നടക്കുന്ന വർക്കും തമ്മിലുള്ള വളരെയധികം സിങ്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. പിന്നെ അതേപോലെ തന്നെ ക്ലയൻറ്റിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കോൾസ് ചെയ്തിട്ട് നമുക്ക് എന്തായി, അപ്ഡേറ്റ്സ് എവിടെ എത്തിയെന്ന് നമ്മളോട് ചോദിക്കുന്ന കാര്യമില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ഇതുവഴി നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഇൻക്രീസ് ആവുകയും നല്ലപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ആവുകയും ചെയ്യും. ക്ലയൻറ്റിന് കറക്റ്റ് ഇൻഫർമേഷൻ കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള കംപ്ലൈൻസുകളൊക്കെ വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കൺസ്ട്രക്ഷൻ വർക്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രോസസ്സുകളെ സ്ട്രീം ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റിനൊക്കെ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ ക്ലയൻറ്റിന് സാറ്റിസ്ഫാക്ഷൻ ഡബിൾ ആവുകയും ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് എസ്റ്റിമേഷൻ കാൽക്കുലേറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം.